നമുക്ക് ബാലന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് ആര്യൻ അനുവിനോട് പറഞ്ഞു, അതെ ഇപ്പൊ ഞങ്ങൾക്ക് സന്തോഷമായി. എന്നെ കൊണ്ട് നേടിയെടുക്കാൻ പറ്റിയിട്ടില്ലത്, അപ്പൊ നിന്നെ കൊണ്ട് അത് സാധിക്കും എന്ന് പറഞ്ഞു. ബാലനും ഗോമതിക്കും എല്ലാവർക്കും നല്ല സന്തോഷമുള്ള കാര്യമായിരുന്നു അനു അങ്ങനെയൊക്കെ പറഞ്ഞത്. തനിക്ക് ഒരു IAS കാര്യമാകണമെന്ന് പറഞ്ഞത്, ബാലന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കണമെന്ന് പറഞ്ഞത്. ഈ സമയത്ത് ഉദയഭാനു ശ്രീകലയെ വിളിച്ചു. എടി ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. എന്താ ഉദയേട്ടാ? വീട്ടിലേക്ക് വല്ല സാധനങ്ങളും മേടിക്കണമെങ്കിൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. എന്ത് സാധനങ്ങൾ മേടിക്കാനായിട്ട്? വീട്ടിലേക്ക് ഒന്നും വേണ്ടേ? അതിന് വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ. ഒന്നുമില്ല. അല്ല നിങ്ങളിത് എവിടെ നിന്ന് എടുത്തിട്ട് മേടിച്ചോണ്ട് വരും? അതൊന്നും നീ അറിയണ്ട, അതൊക്കെ ഞാൻ വാങ്ങിച്ചോളാം. ആരെയോ വട്ടം കറക്കാൻ പോവാന്ന് തോന്നല്ലോ. എടി ഞാൻ ആരെയാണെങ്കിലും വട്ടം കറക്കിയിട്ടാണെങ്കിലും അല്ലെങ്കിലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിക്ക് നോക്കുന്നില്ലേ? പിന്നെ അരപ്പട്ടിണിയും മുഴുപട്ടിണിയായിട്ട് ഇങ്ങനെ പോകുന്നു മാത്രം, അത്രേ ഉള്ളൂ. എന്താണെങ്കിലും സാധനങ്ങൾ മേടിച്ചോണ്ട് വരുന്നില്ലേന്ന് ചോദിച്ചു. ആ അതൊക്കെ ഉണ്ട്. എങ്കിൽ പിന്നെ നീ എന്തൊക്കെയാ വാങ്ങിക്കണെന്ന് പറഞ്ഞാൽ മതി. അത് കേട്ട് ഇനിയിപ്പം ശ്രീയല്ലോ, ഞാൻ പിന്നൊരു കാര്യം, അയാൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഒരാഴ്ച സമയം തന്നിട്ടുണ്ട്, അതിനുള്ളിൽ പൈസ കൊടുത്തില്ല പണിയാവും. എടി ആരെ വന്നേക്കെന്ന് പറ. ആ രമേശനില്ലേ, മുമ്പ് നിങ്ങൾ അയാളുടെ റേഷൻ കാർഡ് മേടിച്ച് പണയം വെച്ച് 5000 രൂപ എടുത്തില്ലേ? അത് അയാൾ വന്നിട്ടുണ്ടായിരുന്നു. പൈസ കൊടുത്തില്ലെങ്കിൽ പണിയാവൂന്ന് പറഞ്ഞു. എടി ഒരു കാര്യം ചെയ്യും, ഒരാഴ്ചയും കൂടെ അവധി പറ അവനോട്. അവനൊന്നും ചത്തിട്ടുമില്ല. ഞാൻ കരുതി അങ്ങ് തീർന്നു കാണുമായിരിക്കുന്നു. ഇതേ മനുഷ്യ, ഒരാഴ്ച സമയം കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കൂന്ന് ചോദിച്ചു. അതൊക്കെ ഞാൻ ആരെയും കറക്കിക്കോളാം. നിന്റെ ഉദയഭാനെ കുറിച്ച് നിനക്ക് അറിയാൻ പാടില്ലേ? ഇതേ കറക്കി അവസാനം നിങ്ങൾ കറങ്ങാതിരുന്നാ മതി. എടി അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. നീ സാധനം മേടിക്കാൻ ലിസ്റ്റും കൊണ്ടുപോവാ. അപ്പോഴേക്കൊരു നീണ്ട ലിസ്റ്റ് കൊണ്ടുവന്നു. ആഹാ, ഇത് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുവായിരുന്നു നീ. എനിക്കറിയാലോ ഉദയൻ എന്തായാലും വീട്ടു സാധനങ്ങൾ വാങ്ങുന്നു, അതുകൊണ്ട് ഞാൻ ഇല്ലാത്ത സാധനങ്ങളെല്ലാം എഴുതി വെച്ചിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഉദയഭാനും ആ ലിസ്റ്റ് വാങ്ങിക്കൊണ്ട് ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ട് ഇറങ്ങി പോവാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ മുറ്റത്ത് ഗോമതി ചെടിയൊക്കെ നനച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ദിരാമ്മ അങ്ങോട്ടേക്ക് വന്ന് മോളെന്ന് പറഞ്ഞ് വിളിക്കുന്നത്. പെട്ടെന്ന് മതിലിന്റെ അടുത്തേക്ക് വന്നു ഗോമതി. എന്താ അമ്മേ? അതെ, ഞാൻ ആകെപ്പാടെ വിഷമത്തിലായിരുന്നു. എന്ത് ചെയ്യണമെന്ന് എനിക്കും അറിയണ്ടായിരുന്നില്ല. ഒരു പക്ഷേങ്കിൽ അനു കേസ് പിൻവലിച്ചില്ലായിരുന്നെങ്കിൽ അലോകിന്റെ കാര്യം എന്തായി തീർന്നേനും. അവന് ശിക്ഷ കിട്ടി അവൻ അകത്തേക്ക് പോകില്ലായിരുന്നോ? അനു എടുത്ത് നല്ലൊരു തീരുമാനം. എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. എനിക്ക് ആരുടെ ഭക്ഷത്ത് നിൽക്കണമെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. ഇത് കേട്ടപ്പോ ഗോമതി പറഞ്ഞു, അതൊക്കെ കഴിഞ്ഞു പോയില്ലമ്മേ. എന്നാലും അനു ക്ഷമിച്ചല്ലോ അലോകിനോട്, അതുകൊണ്ടല്ലേ കേസ് പിൻവലിച്ചത് അവള്. എനിക്കിപ്പോ ഒരു കാര്യം തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. എന്താ? അല്ല അനുശ്രീ ഇവിടേക്ക് കയറി വന്നു. അവളെ നിലവിളക്ക് കൊളുത്തി രാശ്രീ സ്വീകരിക്കുകയും ചെയ്തു. അത് അലോകിന്റെ ഭാര്യയായിട്ടാണ് സ്വീകരിച്ചത്. പക്ഷെ അവൾ ഇവിടുന്ന് പോയെങ്കിലും എന്റെ മനസ്സിൽ ഇപ്പോഴും അവള് അലോകിന്റെ ഭാര്യയാണെന്നാ തോന്നേ. നമുക്കതും കൂടെ നടത്തിയാലോ മോളെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഗോമതി ചോദിച്ചു, അമ്മ എന്ത് നടത്തുന്ന കാര്യ പറയണേ? അത് പിന്നെ അലോകിന്റെ അനുവിന്റെയും വിവാഹം നമുക്ക് വീണ്ടും നടത്തിയാലോ എന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി പറഞ്ഞു, അമ്മയ്ക്ക് എന്താ അമ്മേ? അമ്മ ഇത് എന്തറിഞ്ഞിട്ടാ പറയണേ? അതെ, വിവാഹം നടത്താനോ? അലോകിന് ഇപ്പോഴും കണ്ണെടുത്താ കണ്ടുകൂടാ അനുവിന്. അല്ല അവൾ ക്ഷമിച്ചോണ്ടല്ലേ കേസ് പിൻവലിച്ചേ? ക്ഷമിച്ചെന്നോ? ഒരിക്കലും ഇല്ല. അലോകിനോട് അവൾ ക്ഷമിച്ചിട്ടൊന്നുമില്ല. അവള് കേസ് പിൻവലിച്ച് എന്താന്ന് വെച്ചാ അമ്മയെ ഓർത്തിട്ടാ. അമ്മ എന്നോട് വന്ന് കരഞ്ഞു പറഞ്ഞ കാര്യങ്ങളൊക്കെ അവളും കേട്ടിട്ടുണ്ടായിരുന്നു. അവളുടെ അമ്മമ്മയുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി മാത്രമാണ് അവൾ ആ കേസ് പിൻവലിച്ചേ. രണ്ട് കുടുംബങ്ങളും തമ്മിലൂടെ ഇനിയും വീണ്ടും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാ. അല്ലാതെ അലോകിനോട് ക്ഷമിച്ചിട്ടൊന്നുമല്ല. അല്ലെങ്കിൽ അമ്മയൊന്ന് ഓർത്തു വയ്ക്കേ, ആ അലോകിനെ പോലെ ദുഷ്ടനെ കൊണ്ട് എന്റെ മോളെ ഞാൻ കല്യാണം കഴിപ്പിക്കണോ? കാര്യം പറഞ്ഞ എന്റെ സഹോദരന്റെ മോനൊക്കെയാണ് അവന്. പക്ഷെ അവന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം. അവൻ എത്ര ക്രൂരനാമേ. അത്ര ക്രൂരനായിട്ട് ചിന്തിക്കുന്നവനായതുകൊണ്ടല്ലേ കല്യാണത്തിന് തലേദിവസം അനുശ്രീയെ തട്ടിക്കൊണ്ടുപോയത്. ഏതെങ്കിലും ചെറുപ്പക്കാരൻ അങ്ങനെ ചെയ്യുവോ? എന്നിട്ടോ വിവാഹം മുടക്കാൻ നോക്കി എന്തൊക്കെ പ്രകടനങ്ങൾ അവൻ നടത്തിയത്. അപ്പൊ അങ്ങനെയുള്ള ഒരുത്തനോട് അനു ക്ഷമിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അവൾക്ക് അവളുടേതായ ഒരു ജീവിതമുണ്ട്. അവൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹം. ബാലേട്ടൻ അതിന് സമ്മതം കൊടുക്കുകയും ചെയ്തു. അവളുടെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഇനി അതിനോ നിൽക്കത്തുള്ളൂ, അല്ലാതെ ഒരു കാര്യവും അവളുടെ തല ഞങ്ങൾ അടിച്ചേൽപ്പിക്കില്ലമ്മേ എന്ന് പറഞ്ഞു. ഇന്ദിരാമ്മയ്ക്ക് എന്ത് പറയണമെന്ന് എന്ത് മറുപടി പറയണമെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. ഇതേ സമയത്ത് ശ്രീദേവി കടയിൽ തിരക്കിട്ട് ജോലി തിരക്കിലായിരുന്നു. അപ്പോഴാണ് ഉദയഭാനു അങ്ങോട്ടേക്ക് വരുന്നത്. രാമേട്ടൻ പറഞ്ഞു, ആഹാ ഇതാര്? ഉദയൻ സാറോ? ആകാശ് പറഞ്ഞേ ഉണ്ടായിരുന്നുള്ളൂ ഉദയൻ സാറ് വന്നിട്ടുണ്ടെങ്കിൽ അവനെ ഒന്ന് വിളിക്കണമെന്ന്. അവനാണ് പുറത്തേക്ക് പോവുകയും ചെയ്തു. അത് കേട്ടിഞ്ഞപ്പോ ഉദയഭാനു ചോദിച്ചു, അല്ല എന്താ രാമേട്ട കാര്യം എന്താ? അല്ല ഏതോ ഒരു പ്രോപ്പർട്ടി കൊണ്ട് കാണിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓ അതാണോ? അത് കേട്ടത് ശ്രീദേവിക്ക് മനസ്സിലായി. ഇനിയിപ്പോ ആകാശിനെയും കൂടെ പറ്റിക്കാനുള്ള പുറപ്പാട് അച്ഛനെന്ന്. പെട്ടെന്ന് ശ്രീദേവി പറഞ്ഞു, അത് പിന്നെ
ഇപ്പൊ സമയമില്ല രാമേട്ട അച്ഛന് കുറെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോഴാണ് ഈ സ്ഥലം കാണാൻ പോലുള്ള സമയമുണ്ടോ അച്ഛ എന്ന് ചോദിച്ചു. അത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് ഉദയഭാനു പറഞ്ഞു, ഏയ് ഇല്ല, ഞാൻ കുറച്ച് തിരക്കില്ല. ചെന്നൈയിൽ ഒരു മീറ്റിംഗ് ഉണ്ട്, അതിന് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോ ഇവിടെ ഒന്ന് കയറിയെന്നേ ഉള്ളൂ. ദേ ഫ്ലൈറ്റ് മിസ്സാകുന്നതിന് മുമ്പ് പോവുകയും ചെയ്യണം എനിക്ക്. അത് കേട്ടപ്പോ രാമേട്ടൻ പറഞ്ഞു, ഓ അങ്ങനെയാണല്ലേ. അത് കേട്ടപ്പത്തിന് ഉദയഭാനു പറഞ്ഞു, ഇനി പിന്നെ ഒരിക്കലും വരുമ്പോ ഞാൻ ആകാശനെ കൂട്ടിക്കൊണ്ട് പോയി കണ്ടോളാം സ്ഥലം എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും കടയിലേക്ക് കസ്റ്റമർ വന്നു. രാമേട്ടാന്ന് വിളിച്ചു ശ്രീദേവി. രാമേട്ടൻ അയാളെ വിളിച്ചിട്ട് സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കാൻ അങ്ങോട്ട് പോയി. ആ സമയത്ത് ശ്രീദേവി ചോദിച്ചു, അച്ഛൻ എന്തിനാ അച്ഛൻ ഇങ്ങോട്ടേക്ക് വന്നത്? എന്താ മോളെ, അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുള്ളല്ലേ ഇവിടേക്ക് വരില്ലെന്ന്. അത് പിന്നെ മോളെ ഞാന് ദേ കൂടുതലൊന്നും പറയണ്ട. അത് പിന്നെ മോൾക്ക് ശമ്പളം കിട്ടിയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ശമ്പളം കിട്ടിയെങ്കിൽ ഞാൻ തരാന്ന് പറഞ്ഞില്ലേ, പിന്നെ ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമുണ്ടോ? ദേ ഊടായ്പ പരിപാടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ, എന്റെ സ്വഭാവം അറിയാലോ. അയ്യോ മോളെ അങ്ങനൊന്നും ഇല്ല, ഇപ്പൊ ഞാൻ നേരെ വാ നേരെ പോന്നുള്ള ആളാ. ദേ ആകാശിനെ പറ്റിക്കാൻ അങ്ങനെ ഭാവമെങ്കിൽ സമ്മതിക്കില്ല ഞാൻ. എന്റെ അനുജനെ പറ്റിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ വിടത്തുമില്ല. എന്റെ മോളെ അങ്ങനൊന്നും ഞാൻ പറ്റിക്കാനൊന്നും പോകുന്നില്ല, മോള് ധൈര്യമായിട്ടിരിക്കുക. അച്ഛാ, അച്ഛനെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസം പോരാ. പിന്നൊരു കാര്യം, ഇനി അച്ഛന് പഴയതുപോലെ എന്തെങ്കിലും മോഷണവും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ വിദ്യയുടെ ഫീസ് കൊടുത്ത് അച്ഛൻ വിഷമിക്കണം, അത് ഞാൻ അടച്ചോളാം. വീട്ടിലെ ചെലവിനുള്ള പൈസ ഞാൻ തന്നോളാം എൻ്റെ ശമ്പളത്തിൽ നിന്ന്, അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. പക്ഷെ അച്ഛൻ മര്യാദയ്ക്ക് നടക്കണം, അത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഉദയഭാനു പറഞ്ഞു, മോൾ എന്താ എന്നെ ഇങ്ങനെ സംശയിക്കുന്നേ? ഞാൻ പഴയതുപോലെ ഒന്നും അല്ല, എൻ്റെ സ്വഭാവം നന്നായിട്ട് മാറി എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും കടയിലേക്ക് ഒരു കസ്റ്റമർ വന്നു. കസ്റ്റമർ വന്നപ്പോൾ ശ്രീദേവി കസ്റ്റമറെ ഡീൽ ചെയ്യാൻ അങ്ങോട്ട് പോയി. ആ സമയം നോക്കി ഉദയഭാനു എന്ത് ചെയ്തു, ഡ്രോയ്ക്കകത്തുനിന്ന് കുറച്ച് പൈസ എടുത്ത് ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ചു. എന്നിട്ട് ഒന്നും അറിയത്തില്ലാത്ത പണ്ടത്ത് നിൽക്കുവാണ്. അപ്പോഴേക്ക് ശ്രീദേവി വന്നിട്ട് ചോദിച്ചു, എന്താച്ചാ പോണില്ലേന്ന് ചോദിച്ചു. ഓ ഞാൻ പോയേക്കാം മോളെ, ഇനി മോൾക്ക് ശമ്പളം കിട്ടുമ്പോൾ ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് നടക്കുമ്പോഴത്തേനും ശ്രീദേവി ഇങ്ങനെ ആലോചിച്ചു. ആ സമയം രാമേട്ടൻ വന്നിട്ട് ഒരു കസ്റ്റമർ കൊടുത്ത് പൈസ അങ്ങോട്ട് കൊടുക്കുവാണ്. അങ്ങനെ പൈസ മേടിച്ച് ഡ്രോയ്ക്കകത്ത് വെച്ചിട്ട് ശ്രീദേവി രാമേട്ടനോട് പറഞ്ഞു, രാമേട്ട ഞാൻ പോയി ഒരു ചായ കുടിച്ചിട്ട് വരാം, ഈ 500 രൂപ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരു 500 രൂപ എടുത്തിട്ട് പുറത്തേക്ക് അങ്ങോട്ട് പോയി. അങ്ങനെ പോയിട്ട് അവിടെ നിന്നിട്ട് ഉദയഭാനുവിനെ വിളിക്കുകയാണ്. അച്ഛാ അവിടെ നിൽക്കാൻ പറഞ്ഞു. എന്താ ഇത്, ഈ പൈസ വെച്ചോളാൻ പറഞ്ഞു. അല്ല മോളെ അത് പിന്നെ വേണ്ട, എനിക്ക് വേണ്ടെങ്കിൽ വേണ്ട. അയ്യോ എങ്കിലും ഇങ്ങ് തന്നേക്കാൻ പറഞ്ഞു. അല്ല അച്ഛനിപ്പോൾ ഇത് എങ്ങോട്ടാ? എനിക്ക് 1-2 പേരെ കാണാനുണ്ട്, അതിനുശേഷം ഞാൻ വീട്ടിലേക്ക് പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. വെറുതെ കറങ്ങി അടിച്ച് നടക്കാതെ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു. ശരി മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ഉദയഭാനു സന്തോഷത്തോട് കൂടിയിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ അന്ന് വൈകുന്നേരമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവി വീട്ടിലേക്ക് വന്നിട്ട് കണക്കുകളും കാര്യങ്ങളൊക്കെ നോക്കുവാണ് കടയിലെ. പക്ഷെ കണക്കുകളിൽ കുറച്ച് പൈസയുടെ കുറവ് വരുന്നുണ്ട്. പിന്നീട് ശ്രീദേവി അനുവിനെ വിളിച്ചു. അനുമോളെ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. എന്താ ചേച്ചി ഈ കണക്കൊന്ന് നോക്കി, കുറച്ച് പൈസയുടെ കുറവ് കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നോക്കി, ചിലപ്പോൾ ചേച്ചിക്ക് തോന്നുന്നായിരിക്കും എന്ന് പറഞ്ഞു. അല്ലാന്ന് പറഞ്ഞു. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ശരിയാ, ഒരു 5000 രൂപയുടെ കുറവ് കാണുന്നുണ്ട്. ശരിയാണല്ലോ ചേച്ചി, ഒരു 5000 രൂപയുടെ കുറവ് കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇതേ സമയത്ത് അകത്തിരുന്ന് ആനന്ദ് ഇത് കേട്ടു. ഓഹോ, പെട്ടെന്ന് തന്നെ ആനന്ദ് ഫോൺ എടുത്ത് നോക്കുകയാണ്. ആനന്ദിന് ഭയങ്കര സന്തോഷമായ കാഴ്ച കണ്ടുകഴിഞ്ഞപ്പോൾ ഉദയഭാനു പണം മോഷ്ടിക്കുന്ന കാഴ്ച. ഓഹോ, പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും എന്ന് പറഞ്ഞവരെ ഒടുവിൽ ഉദയഭാനു ആണ് കള്ളൻ എന്നുള്ള കാര്യം ആനന്ദ് തിരിച്ചറിഞ്ഞു. അങ്ങനെ പെട്ടെന്ന് ആനന്ദ് എങ്ങനെ അവിടേക്ക് വരുവാണ്. ഈ സമയത്ത് ശ്രീദേവി ആകെപ്പാടെ ടെൻഷനില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴേക്കും മീനാക്ഷി ഇത്രയും വന്നു. മീനാക്ഷി കാര്യം തിരക്കി. 5000 രൂപയോ? അതെവിടെ പോവാനാ? ചിലപ്പോൾ അച്ഛൻ എന്തെങ്കിലും ആവശ്യത്തിന് എടുത്തിട്ടുണ്ടായിരിക്കും, അത് ശ്രീദേവി അടുത്തോട് പറയാൻ മറന്നു പോയതായിരിക്കും എന്ന് പറഞ്ഞു. ഓ ശരിയാണല്ലോ, എങ്കിൽ ഒരു കാര്യം ചെയ്യാം, അച്ഛനോട് ചോദിച്ചു നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ ബാലൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദ് പറഞ്ഞു, ബാലേട്ട ആഹാരം കഴിക്കാൻ വരാൻ പറഞ്ഞു. ആഹാരം കഴിക്കാനിരിക്കുമ്പോഴത്തേനുമാണ് ശ്രീദേവി ചോദിക്കുന്നത്, അച്ഛൻ കടയിൽ നിന്ന് പൈസ വല്ലതും എടുത്തായിരുന്നു എന്ന് ചോദിച്ചു. പൈസയോ? മീനാക്ഷി പറഞ്ഞു. ശ്രീദേവി ചേച്ചി ആകെപ്പാട്ട് ടെൻഷനില്ല. 5000 രൂപ കാണുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് കോമതി ചോദിച്ചു. 5000 രൂപ കാണുന്നില്ലേ? അതേന്നേ. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, അത് പിന്നെ ഞാൻ ഇങ്ങനെ എടുത്തായിട്ടൊന്നും ഓർക്കുന്നില്ല മോളെ. ആ പാചകക്കാരനെ ഗോപാലൻ ചേട്ടൻ ഒരു 5000 രൂപ കടം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ 5000 രൂപ കൊടുത്തായിരുന്നു പറഞ്ഞു. ഓ അപ്പൊ അതാണല്ലേ കാര്യം എന്ന് ശ്രീദേവിയും പറഞ്ഞു. ഈ സമയത്ത് ആകെപ്പാട് ടെൻഷനായിപ്പോയത് ആനന്ദിനാണ്. കള്ളത്തരം കയ്യോടെ പിടികൂടിയിട്ടും അത് ഒന്നിതാക്ക എല്ലാവരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റുന്നില്ലോ എന്നൊരു ടെൻഷൻ. എങ്ങനെ ഇത് പറയുന്നൊരു ചിന്തയോട് ഇരിക്കുകയാണ്. അപ്പോഴാണ് അനു പറയണേ, ദേവേച്ചി ഇതേ 5000 രൂപ അച്ഛൻ എടുത്തോണ്ട് പോയത് ദേവി ചേച്ചി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതും കൂട്ടിയതാന്ന് പറഞ്ഞു. ആണോ, നോക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കി. അയ്യോ ഇപ്പോഴാണ് ഞാൻ ആ കാര്യം ഓർത്തെ, രാമേണ്ണൻ എന്നോട് പറഞ്ഞായിരുന്നു പൈസ അച്ഛൻ എടുത്തോണ്ട് പോയിട്ടുണ്ടായിരുന്നു, ഞാനിത് എഴുതി വെച്ച കാര്യം മറന്നു പോയതാ. അപ്പോഴേക്കും ഗോമതി ചോദിച്ചു, എങ്കിൽ പിന്നെ 5000 രൂപ എന്തിയേ?
അതാ ഞാനും ആലോചിക്കുന്നേ. മീനാക്ഷി പറഞ്ഞു, ശ്രീദേവി ചെന്ന് സമാധാനമായിട്ടിരിക്കുക, അല്ലെങ്കിൽ വല്ല ബിപിയും കൂടി അടുത്ത പ്രശ്നം ഉണ്ടാവും. സമാധാനമായിട്ട് ഇന്ന് ചിന്തിക്കാൻ പറഞ്ഞു. ഇനി കണക്കുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ബാലൻ പറഞ്ഞു. അത് ശരിയാണല്ലോ, ഇനി മോള് കൂട്ടിയതില്ല. ഇല്ലച്ചാ, 2-3 തവണ കൂട്ടി നോക്കിയതാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ തന്നെ ആനന്ദിന് സമാധാനമായി. ആനന്ദ് പറഞ്ഞു, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. ആ മോഷ്ടാവ് ആരാന്ന് അറിയണമെന്ന് പറഞ്ഞു. മോഷ്ടാവോ? പിന്നല്ലാതെ, കടയിൽ നിന്ന് പണം പോയിട്ടുണ്ടെങ്കിൽ ആ പണം മോഷ്ടിച്ച ആരാന്ന് അറിയണമല്ലോ. അത് കേട്ട് കഴിഞ്ഞപ്പോ ശ്രീദേവി ഒരു അന്താളിപ്പോടുകൂടി ആനന്ദിനെ നോക്കുവാണ്. എല്ലാരും ഒരു നിമിഷം ഞെട്ടിപ്പോയി. ആനന്ദിന് ഭയങ്കര സന്തോഷമാകുകയും ചെയ്തു. എന്താണെങ്കിലും ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.